ഇഷാനും. അപ്പോൾ ഇത്തവണ ഞാൻ എല്ലാ ദിവസവും കൂടെ ആക്കി ഒരൊറ്റ വ്ളോഗ് ആക്കുമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഒരു സ്ഥലത്ത് ലാഗ് വരത്തില്ല. പക്ഷേ ഓവറോൾ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ അമ്മ വ്ളോഗ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ അറിയാം അത്ര അറിയില്ല, കുഴപ്പമില്ല. നമ്മൾ ഇറങ്ങുവാണ്. പിന്നെ എയർപോർട്ട് എത്തിയിട്ട് ബാക്കി എടുക്കാം. അങ്ങനെ എല്ലായിടത്തും ഒത്തിരി എടുക്കില്ല, കുറച്ച് എടുക്കട്ടെ. എല്ലാം കൂടെ ഒരുമിച്ച് എടുത്തൊരു വ്ളോഗ് ഇടാം. ബൈ ബൈ അപ്പച്ചി. ബൈ ബൈ. നമ്മൾ 2 കാറിലായിട്ടാണ് പോകുന്നത്. പാക്കല ഇവിടെ ആരും ഇല്ലല്ലോ. ദിയ മാം. ഓ സിന്ധു മാം. ഹായ്. ഹൻസുബി അല്ല ഈ അഹാന. ശിവാനി. ഓ ഓ ഹായ്. അച്ഛൻ വരുന്നില്ല കേട്ടോ, ഞാൻ പറയാൻ മറന്നേ. ജസ്റ്റ് ദ 5 of us. ബൈ ബൈ. നമ്മളിപ്പോൾ ഇവിടെ ബോർഡിങ്ങിന് വേണ്ടി ഇരിക്കുക. അപ്പോൾ നമ്മുടെ സീറ്റ് നമ്പർ റോ 4ഉം 3ഉം ആണ്. അപ്പോൾ അവരിങ്ങനെ ബാക്കിൽ നിന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. 17 എന്ത് എത്തി. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കാമെന്ന് തോന്നുന്നു. നമ്മളെത്തി. നൈസ്. സെൻറ്റോസയിലാണ്. ബട്ട് വി ഡോണ്ട് ഗോ ഡയറക്ട്ലി ടു സെൻറ്റോസ. നമ്മൾ ഡോബി ഗട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് വേറൊരു മെട്രോയിൽ കയറിയിട്ട് വി ഗോ ടു ഹാർബർ ഫ്രണ്ട്. നമ്മൾക്കൊരു ക്രൂസിന് പോവുകയാണ്. എത്ര നേരമുണ്ട്? എടാ നമുക്ക് പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്രൂസിൽ കയറിയാൽ ക്രൂസ് കാണിക്കാം. ആ ശരി, മഴ കൂടുതലാണെങ്കിൽ അത് മാറ്റി വെക്കും. പിന്നെ മുന്നേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ലഞ്ച് കഴിച്ചു. എന്നിട്ട് ആൻറ്റി അങ്കിൾ നമുക്ക് കാർഡൊക്കെ എടുത്ത് നമ്മൾ നമ്മൾ അവർക്ക് പോയി. പിന്നെ ബാക്കി ക്രൂസിൽ കയറാൻ പറ്റിയാൽ കയറിയിട്ട് അവിടെ വെച്ച് ബാക്കി എടുക്കാം. സ്റ്റുഡിയോ ഇതൊക്കെ ഇത്രയും ഈ സാധനങ്ങൾ കെട്ടിയിട്ട് നമുക്ക് തണൽ കിട്ടുന്നു ഫുൾ.
എനിക്കൊന്നും ക്ലിയർ ആയിട്ട് പറയാൻ പറ്റിയില്ല. ഞാൻ പറയാം. ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് സിംഗപ്പൂർ എത്തിയിട്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്കിൾ ആൻറ്റി നമ്മളൊരു റിസോർട്ടിൽ കൊണ്ടുപോയി, നമ്മൾ റിസോർട്ടുണ്ട് ഒരു മോളിൽ കൊണ്ടുപോയി നമ്മൾ അവിടെ നിന്ന് ലഞ്ച് കഴിച്ചു. എന്നിട്ട് നമ്മൾ മെട്രോയിൽ കയറി നമ്മളിപ്പോൾ സെൻറ്റോസ എത്തി. സെൻറ്റോസയിൽ നിന്ന് നമ്മളൊരു ക്രൂസിലേക്ക് പോവാണ്. ക്രൂസ് അതായത് ഒരു ചെറിയ ഫെറി ഷിപ്പാണോ ബോട്ടാണോ അതിനെന്ത് പറയണമെന്ന് എനിക്കറിയുന്നത്. ക്രൂസ് അതാണ് അമ്മു എന്നെ പറയുന്നത്. ശരിയാ, ക്രൂസിന് പോവുക. 2 hours 1.5 hours എന്തോ ആണ് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ. അതിലല്ലേ ഡിന്നർ? സോ അതിലെത്തിയിട്ട് ഞാൻ കൂടുതലെടുക്കാം എന്ന് വിചാരിച്ചു. ഐ എം വെരി എക്സൈറ്റഡ്. What about you? I am also മാസ്ക് സിംഗപ്പൂരിൽ മാസ്ക് ഇപ്പോൾ ഭയങ്കര സീനാണ്. ഔട്ട്ഡോറിൽ കുഴപ്പമില്ല ആണല്ലേ? ഔട്ട്ഡോറിൽ കുഴപ്പമില്ല, എന്നാലും ചമ്മ വയ്യ. നമ്മൾ ഇതിനാണ് പോകുന്നത്, സൺസെറ്റ് സീ. ഒന്നും ഓപ്പൺ ആയില്ല. സോ ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ക്രൂസ്. കേബിൾ കാർ. അതിൽ നമ്മൾ 18th 17th കയറും. ഭയങ്കര വെയിൽ. Thank you. So Ahana, what is that? That's a surprise which I have for you guys. Shall I open? Personalized message. Okay. Cute. Star of the show, Ishaani. Hi. Cute. Hansika ma'am. So the yacht has started. ആണ്. ഞാനിതുപോലെ വീഡിയോ എടുത്തിട്ട് അങ്ങനെയും ഞാൻ പ്ലേറ്റ് നീക്കി വെക്കും. ഞാനിത് കഴിക്കില്ല. ഇതെന്തോ ഒക്ടോപസ് അച്ഛ കാണാറേ അല്ലേ? പക്ഷേ ഇപ്പൊ എന്തോ ഒരു പേടിയാന്ന് കണ്ടിട്ട്. This is the lounge. മേളത്തെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റിയില്ല, പ്രത്യേകിച്ച് അമ്മയ്ക്ക്. ചൂടല്ല, വെയിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അടിക്കുകയായിരുന്നു. അപ്പം അമ്മയ്ക്ക് സൺ അലർജിയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ലൗഞ്ചിൽ വന്നിരിക്കാമെന്ന് വിചാരിച്ചു. സോ അടുത്ത ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞു. അവിടെ
ദ ഡെസേർട്ട്. ഇതെന്താണെന്ന് എനിക്കറിയില്ല, ഇത് ഞാൻ കഴിക്കുമെന്ന് എനിക്കറിയില്ല. റാസ്ബെറി എന്തായാലും ടേസ്റ്റ് ചെയ്യാം. റാസ്ബെറി. ആ ലേഡി ബേർഡ് ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ട്. ക്രൂസ് ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ ഞാനും അമ്മും ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുവാണ്, ഈ കടലിങ്ങനെ എൻജോയ് ചെയ്ത്. Those are cable cars. അങ്ങനെ നമ്മുടെ ക്രൂസ് കഴിഞ്ഞു. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഇഷ്ടപ്പെട്ടോ? ലവ്ഡ് ഇറ്റ്. ഞാൻ ആ കേബിൾ കാറിൽ പോകുന്ന അമ്മൂടെ ചോദിക്കുക. അപ്പോൾ അത് ഓൾറെഡി അമ്മു നമുക്ക് വേണ്ടി നമ്മൾ ബുക്ക് ചെയ്ത് കഴിക്കാൻ. ഞാൻ പറയാം അമ്മു ഇത് കയറണം അമ്മു. I loved the whole thing and I'm so proud that I am the one who found out about this thing and suggested it and convinced everybody to do this. ഇന്ന് തുടങ്ങുന്നതിന് മുമ്പേ മഴ പെയ്തുകൊണ്ടിരുമ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, ഇത് ആരാ കണ്ടുപിടിച്ചോണ്ട് വന്നിട്ട് ആരുടെ ഐഡിയ ആയിരുന്നു? അല്ല, കാരണം എല്ലാം എൻ്റെ ഐഡിയ. ഓക്കേ, ബൈ ബൈ ക്രൂസ്. It was a really nice experience. ഹായ്. അങ്ങനെ നമ്മുടെ സിംഗപ്പൂരിലെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ഇപ്പോൾ 11 o'clock ആയി, 11 PM നമ്മളിപ്പോഴാണ് വീടെത്തിയത്. സോ ഇന്നത്തെ മെയിൻ സംഭവം വാസ് ദാറ്റ് ക്രൂസ്. എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ക്രൂസിന് പോകണം. എനിക്കങ്ങനെ ഒത്തിരി നാൾ അങ്ങനെ പോകണമെന്ന് ഒരാഗ്രഹമില്ല. ഇന്ന് പോയ പോലെ ഒരു 2-3 hours പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതെന്തായാലും നടന്നു. ആൻഡ് ഇറ്റ് വാസ് ഓവർ മൈ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത്. വിചാരിച്ച കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് സീ സിക്നെസ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഞാൻ ഓവർ സംസാരിക്കുന്നില്ല. ഇനി അടുത്തത് നാളെ കാണാം. ബൈ. ഹായ്. അപ്പോൾ ഇന്ന് ഡേ 2 ഇൻ സിംഗപ്പൂർ ആണ്. ഇന്നപ്പോൾ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നതാണ് മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നൈറ്റ് സിംഗപ്പൂർ ഫ്ലൈയറിൽ പോകും. അത് കേബിൾ കാർ എന്നാണോ എന്തോ. പിന്നെ ലിറ്റിൽ ഇന്ത്യ എന്നെന്തോ പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ, അവിടെ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ചൈന ടൗൺ പോകുന്ന ഉറപ്പില്ല. ബട്ട് ഇപ്പോൾ നമ്മൾ ലിറ്റിൽ ഇന്ത്യയിലാണ് ആദ്യം പോകുന്നത്. മെട്രോ വഴിയായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റ് അതാണ് പോകുന്നത്. അത് തന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കുക. സിംഗപ്പൂരിൽ ഈ അടുത്തായിരുന്നു ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് നാഷണൽ ഡേ എന്നാണ് പറയുന്നത്. 9th എന്തായിരുന്നു. അപ്പോൾ ഇവിടെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇങ്ങനെ ഫ്ലാഗ് ഉണ്ട്. I love this place. വാ എൻ്റെ കൂടെ നടക്ക്. ലിറ്റിൽ ഇന്ത്യ എത്തി. தயவு செய்து தளர்நீரை இடைவெளியை கவனத்தில் கொள்ளுங்கள். പെട്ടെന്ന് നമ്മൾ ഇന്ത്യയിലായിപ്പോയി.
നമ്മൾ പണ്ട് കവടിയാറിൽ ഒരു മെറിയ ബേക്കറി എന്ന് പറഞ്ഞ ബേക്കറിയിൽ നിന്ന് പണ്ട് കുഞ്ഞിലെ എപ്പോഴും നമ്മൾ സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അമ്മ ഇതുപോലൊരു ഐസ്ക്രീം വാങ്ങിച്ചു തരുമായിരുന്നു. ഏകദേശം ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം അത് ഇവിടെ കാണാറില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ കണ്ടു. ഞാൻ തൽക്കാലം ഡയറ്റൊക്കെ മറന്ന് ഞാനിത് കഴിക്കാമെന്ന് വിചാരിച്ചു. പണ്ട് കഴിക്കുന്ന സെയിം ടേസ്റ്റ് ആണോ? ആനന്ദ് ഭവൻ ഹോട്ടലുണ്ട്. ഹൻസുദാറിന്റെ മുടിയ ഡോസി ഇവിടെ നിന്ന് ഇങ്ങനെ നിന്ന്. സിംഗപ്പൂരിലെ അമ്പലം. ഇതാരാ? ക്യൂട്ട് ബ്യൂട്ടിഫുൾ തണല് കിട്ടാൻ വേണ്ടി വന്നേ. മുസ്തഫ മോളെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഇത് മോള് അല്ലല്ലോ. പിന്നെ ബാക്ക് വേദനിക്കുന്നതുകൊണ്ട് ഞാൻ ബാഗ് എടുത്ത് ഇങ്ങനെ ഇട്ടു. ഊസിക്ക് ഷൂസ് എന്തോ ഇട്ട് കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ചെരുപ്പ് കടയിൽ കയറി. ചെരുപ്പ് കടയല്ല, ചെരുപ്പും കിട്ടുന്ന ഒരു കടയിൽ കയറി. പുറത്ത് ഭയങ്കര ചൂട്. ആക്ച്വലി സിംഗപ്പൂരിലെ ക്ലൈമറ്റ് ഇസ് ഓൾമോസ്റ്റ് സെയിം ടു കേരള. ട്രിവാൻഡ്രത്തിൻ്റെയൊക്കെ സെയിം, കുറച്ചുകൂടെ ചൂടാണെങ്കിലേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒത്തിരി മരങ്ങളുണ്ട്. അതവിടെയുണ്ട്, പക്ഷെ അവിടെ ഉള്ള കാട്ടിലും മരങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. ബട്ട് യാ ഇറ്റ്സ് വെരി ഹോട്ട്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ വരുന്നത്. അമ്മ സീസ് ഇറ്റ്സ് വെരി ഫേമസ്. ഇന്നലെ സിംഗപ്പൂർ ഫുഡാണ് കഴിച്ചത്, എനിക്ക് പറ്റിയില്ല. നമ്മളല്ലാണ്ട് നീ വേറെ എന്തോ അല്ലേ പറയാ? ഒന്ന് ശകലം തരും. എന്നെ എടുക്കുവോ? എടുക്കാലോ. Hi ma'am, are you from Singapore? Yes. What's your name? Hamsika. That's an Indian name. Oh, okay. So are you lying? I'm standing. OMG! Oh, man! Thank you. Superb man, even if you were lying, I don't care. ഈ ഒരു സന്തോഷമാണ് നമ്മുടെയൊക്കെ ലൈഫിൽ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഇപ്പോൾ തൽക്കാലം ഇതാണ് വേണ്ടത്. പക്ഷെ എൻ്റെ ജീവിതം ഇങ്ങനെ ഹൻസു ക്യാമറ നോക്ക്. This is Chinatown. ഞാൻ പറഞ്ഞില്ല ഇവിടെ വരാൻ. ഞാൻ വരണ്ട പറഞ്ഞത്. So Chinatown is actually pretty. നമ്മൾ ചൈനാടൗണിൽ വന്നത് കൊള്ളാം കേട്ടോ. വളരെ വില കുറച്ച് നല്ല സാധനങ്ങളുണ്ട്. ഞാൻ 2 ഇടാം. നീ 2 ഡബിൾ. ഓക്കെ. സോ ചൈനാടൗൺ ഒക്കെ കഴിഞ്ഞു. നമ്മൾ മെട്രോ കയറി മേലയൻ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ലയൺ സ്റ്റാച്യു തിങ്, അതിൻ്റെ ഏരിയ എത്തി. മോലയിൽ എത്തിയില്ല, ബട്ട് ഓൺ ദ വേ. നൈസ് പ്ലേസ്, ഞാൻ കാണിച്ചു തരാം. എല്ലാവരും കേട്ടെന്നൊക്കെ റിലാക്സ് ചെയ്യുന്നുണ്ട്. ഇതാരാ ക്യൂട്ട് ഗേൾ? ഞാൻ പറയും ഇഷാനി is really tired. So vlog എടുക്കും. ലയൺ എവിടെ? ഓ മറ്റേ
മറ്റേ ബിൽഡിംഗ് റോഡാണല്ലോ. നമ്മളൊരു റീൽ എടുക്കാൻ പോവാ. നമ്മുടെ നാലുപേരും ഒരു ചെറിയ ഡാൻസ് ബറ്റ് ഇവിടെ എടുക്കാമെന്ന് വിചാരിച്ചു. ദിസ് ഇസ് എ നൈസ് ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ ലൈറ്റ് ഓപ്പോസിറ്റ് ആണ്. ഇങ്ങനെ നിന്നാലാണ് നല്ല ലൈറ്റ്, ഇങ്ങനെ നിന്നാൽ ലൈറ്റ് ബാഡാണ്. ബട്ട് ദ ബാക്ക്ഗ്രൗണ്ട് ഇസ് നൈസ്. സോ എടുക്കാമെന്ന് വിചാരിച്ചു. മേലയനെ നമ്മൾ കണ്ടുപിടിച്ചു അങ്ങ് ദൂരെ. ഇവിടെ തീരെ ആൾക്കാരില്ലാത്തത് കൊണ്ട് ഡാൻസ് കളിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. സിംഗപ്പൂർ ഫ്ലൈയർ ഗോ. നമ്മളിന്ന് രാത്രി അതിലാണ് കയറാൻ പോകുന്നത്. ഇഷാനി നേരത്തെ പോയ കടയിൽ നിന്നൊരു പടക്കമുട്ടായില്ലേ? അന്നെ നമ്മളെടുക്കും ശേഷിക്കണ്ടേ. എന്റെ ഹൻസിന് ഓസി അത് കഴിച്ചിട്ട് പറഞ്ഞ രക്ഷയില്ല. ഞാനാണ് എടുക്കാൻ പറഞ്ഞത്. കടിക്കരുത്, വായിട്ട് അളിക്കാം. അയ്യോ എന്റെ പൊട്ടിപ്പോയി. ഞാൻ പറഞ്ഞത് അത്ര ഒന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് പുളിയാണ് ഇഷ്ടം. ഞാൻ പുളിയാണെന്ന് വിചാരിച്ചത്. വാങ്ങിയത് കോളയല്ലേ വാങ്ങിയത്? കോള നമ്മുടെ ക്യാബ് വന്നു. നമ്മൾ ഓടുവാണ്. ക്യാബ് ആദ്യമായിട്ട് ബുക്ക് ചെയ്തതാണ്. ക്യാബ് എവിടെ അതിങ്ങനെ തപ്പിയൊക്കെ നോക്കാം. നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. ക്യാബ് ബുക്ക് ചെയ്തത് അവരങ്ങ് ക്യാൻസൽ ചെയ്തു. സോ ഇനി ബസ് സ്റ്റോപ്പേ ഉള്ളൂ ആകമാർഗം. ഫ്ലൈയർ ഈ വഴിയാ? ഈ വഴി നടന്ന് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ആണ് നമ്മൾ ഫ്ലൈയറിൽ കയറാൻ പോകുന്നത്. പണ്ട് നമ്മൾ കയറിയിട്ടുണ്ട് ഫ്ലൈയറിൽ. നമ്മൾ മറ്റേ ബുർജ് ഖലീഫയിൽ കയറാൻ പോയപ്പോൾ ഉള്ള അതേ ഒരു ഇതല്ലേ? നമ്മുടെ ഒരു സംശയം, നമ്മൾ 5 പേരായിട്ട് മാത്രം ഇതിൽ കയറാൻ പറ്റുമോ
എന്തായാലും പറ്റില്ല അല്ലേ? നമുക്ക് ലിമിറ്റ് കയറിയേ പറ്റൂ. അയ്യോ അത് ഉറപ്പായിട്ടും ഡിന്നർ 165 meters tall. That's about the height of a 42-story building. It measures 150 meters in diameter ഹൻസു and ഹായ്. stands on 33,700 meters square of land, equivalent to 172 tennis courts. Each capsule measures 4 meters by 7 meters. നമ്മളിപ്പോ ഏറ്റവും ടോപ്പിലാണല്ലേ? ടോപ്പ് മോസ്റ്റ് ആണ് ഏറ്റവും സെന്ററിൽ. അപ്പൊ ഇത്ര നേരം കൊണ്ട് നമുക്ക് അവിടെ എത്തുക. And now let's celebrate as we reach the highest point of Singapore Flyer. ഭയങ്കര 165 meters above sea level. Take a moment to enjoy the best 360 panoramic view of Singapore. ഫ്ലയർ കഴിഞ്ഞു. ഇറ്റ് വാസ് നൈസ്. ഫോണിലെ ചാർജ് ഇടാറായി. അതിന് മുന്നേ വീഡിയോ ഇന്നത്തേക്ക് നിർത്താൻ തോന്നുന്നു. ഇനി വേറൊന്നുമില്ല, നമ്മൾ ഫോണിൽ പോയി ഡിന്നർ കഴിക്കും. പക്ഷെ ഞാനും ഊസി വല്ല കപ്പ് നൂഡിൽസ് വാങ്ങും. വീഡിയോ എത്തിയിട്ട് ഇനി വിശന്താൻ വേറെ വഴിയില്ല. സോ ഇനി ബാക്കിയെടുക്കാം. ബൈ. അപ്പോൾ ഇന്ന് സിംഗപ്പൂരിലെ ഡേ 3 ആണ്. ഇന്നങ്ങനെ വലിയ പ്ലാൻസ് ഇല്ല. നമുക്കിവിടെ പരിചയമുള്ള ഒരു അങ്കിളുണ്ട്, അച്ഛൻ്റെ ഫ്രണ്ടാണ്. അങ്കിളിൻ്റെ കൂടെ ആദ്യം ലഞ്ചിന് പോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മോളിൽ വല്ലതും പോവും. ലേറ്റായി. ഡിന്നറിന് അമ്മൂൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ചേച്ചിയുണ്ട്, ശില്പ എന്ന് പറഞ്ഞ ചേച്ചിയുടെ കൂടെയാണ് ഡിന്നറിന് പോകുന്നത്. സോ അങ്ങനെ ബാക്കി എടുക്കാം. ഓക്കെ ബൈ. സോ ദിസ് ഈസ് ദ കാർ. ദാറ്റ് ഈസ് ശ്രീനി അങ്കിൾ. ഇതൊക്കെ പണ്ട് ഇവിടെയൊക്കെ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ടോ? ആൾക്കാർ താമസം. ഇപ്പൊ ആരാ താമസിക്കുന്നത് ഇവിടെ? ആരെങ്കിലും ഇപ്പൊ വാങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലത് ഇതിനകത്ത് ഇത് ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ ആയിരിക്കും, മനസ്സിലല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടിവിറ്റീസിന് വേണ്ടി അവര് കൊടുക്കുന്നതായിരിക്കും. ഇവിടെ പണ്ടൊക്കെ ഇത് വളരെ ചീപ്പാണ്. ഇപ്പോൾ ഭയങ്കര മില്യൻസ് കൊടുക്കണം ഇങ്ങനെയുള്ള ലാൻഡ് മേടിച്ചിട്ട് നമുക്ക് വെക്കണമെങ്കിലേ. 30-40 വർഷമൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ വാങ്ങാൻ പറ്റുമായിരിക്കും അല്ലേ? ജസ്റ്റ് ലൈക്ക് നമ്മുടെ നാട്ടിലെ വീടുകൾ. ക്ലിഫ് ഹൗസ് ഒക്കെ പോലെ. എനിക്ക് ഭയങ്കര ട്രിവാൻഡ്രം ക്ലബിലെ കോട്ടേജ് വൈബ്സ്. ട്രിവാൻഡ്രം ക്ലബിൽ എത്തിയ പോലെ ഉണ്ട്. ഞാൻ പലരും സിംഗപ്പൂർ കാണാൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും സിറ്റിയെ കണ്ടിട്ട് പോകും. സോ ആ കാണുന്ന കടലിന്റെ അപ്പുറത്ത് മലേഷ്യയാണ്, ഇത് സിംഗപ്പൂർ. നമ്മളിപ്പോ സിംഗപ്പൂരിൽ നിൽക്കാൻ തോന്നത്തില്ല. നമ്മള് സിംഗപ്പൂരാണെന്ന് തോന്നില്ല. നമ്മുടെ നാട്ടിലെ കുറച്ച് ഈ ഉള്ളിലോട്ടുള്ള പൊന്മുടിയൊക്കെ പോകുന്ന ഏരിയ പോലെ. കാണുന്നത് ചൈനീസ് ടെമ്പിൾ. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ സംഭവങ്ങള് മെട്രോന്റെ സൗണ്ട് ക്യാച്ച് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന ഒരു സാധനം. സോ ദാറ്റ് ഇവിടെയൊക്കെ താമസിക്കുന്നവർക്ക് ശല്യം ആവാതിരിക്കാൻ. So this is Paragon Mall. ഹൻസുൻ്റെ ഐലാഷ് കൂടെ ഉണ്ട്.
പാരഗൺ മോളിൽ നമ്മൾ തൽക്കാലം ഇറങ്ങി. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ഇയോൺ മോളാണ്. എനിക്കറിയാം, അവിടെയാണ്. ഇതാണ് മറ്റേ മോള്, തക്കാശിമായ. I just love this area. Yeah, nice, right? നല്ല രസമുള്ളൊരു ബിസി റോഡ് കണ്ടുകൊണ്ട് നമ്മളിവിടെ ഉള്ള ഫോട്ടോസ് എടുക്കുമായിരുന്നു. വയറ് കുറച്ച് ആടിയിരിക്കുന്നു. ഞാനും അമ്മൂന് സെയിം കളർ ഡ്രസ് ആയിട്ട്. അപ്പൊ നമുക്കൊരു ഫോട്ടോ എടുക്കണം. ഞാൻ പറയാം അമ്മു, നമുക്കൊരു ഫോട്ടോ എടുക്കണ്ടേ സെയിം കളർ? വീഡിയോ ഒക്കെ അത് ഫ്ലിക്കർ അടിക്കുന്നു. നേരിട്ട് ഫ്ലിക്കർ ആവുന്നില്ല. അതെനിക്കറിയില്ല. നമ്മളടുത്തത് ഈ കടയിൽ കയറാമെന്ന് വിചാരിച്ചു. സയൻസ് ഓർച്ചർഡ് ഷോപ്പ് ദ ബെസ്റ്റ്. നെക്സ്റ്റ് നമ്മൾ H&Mലേക്കാണ് പോകുന്നത്. ഹൻസു ഇന്ന് രാവിലെ തൊട്ട് H&M പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫൈനലി H&M. അങ്ങനെ കുറേ നേരം നമ്മൾ H&Mൽ നിന്ന്. ഇനി ഷോപ്പിങ്ങിന് ആക്കി ആവശ്യം പോലും ഇല്ല. നമ്മൾ ഫുൾ ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തു. അല്ലേ ഹൻസ്? ഞാനും ഹൻസുമാണ് തകർത്തത്. ഒന്നുമില്ല, കാരണം അമ്മു ക്യാബ് ബുക്ക് ചെയ്തു. അമ്മുവിൻ്റെ ഒരു ആ ടോപ്പ് കൊള്ളുന്നത് എല്ലാം അമ്മുവിൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി വന്നു. ചേച്ചി അല്ലല്ലോ, ചേച്ചി റിസർവ് ചെയ്ത് അവിടെ നമുക്ക് 7 മണിക്കാണ് പോകേണ്ടത്. ഇപ്പം തന്നെ സമയം 7:06. അപ്പം ക്യാബ് ബുക്ക് ചെയ്ത് ക്യാബ് വന്നു. അപ്പം അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ ക്യാബൊക്കെ ഭയങ്കര സ്റ്റൈലിഷാണ് കേട്ടോ. നമ്മൾ 5 പേരായതുകൊണ്ട് നോർമൽ കുഞ്ഞു കാറ് പറ്റില്ല, 7 സീറ്റർ വേണം. ഓട്ടോമാറ്റിക് ഡോറൊക്കെ ഉള്ളൊരു സെറ്റപ്പൊക്കെ ഉള്ള കാറാണ്. ഞാൻ ഡ്രൈവർ അങ്കിളുള്ള ഒരു ചിൽ ആള്. It's not becoming serious. Percentage of vaccinated. Yeah, no, everybody has been vaccinated. Yeah. 90%? I think, yeah, almost it's, I mean, only now the little children are left, I think. Yeah, even my daughter has got both the vaccines. They were doing it according to the age, you know. It's free, right? $10. സോ ഇവിടെയാണ് നമ്മൾ ഡിന്നറിന് വന്നിരിക്കുന്നത്. ഐ ജസ്റ്റ് ഹോപ്പ് നമുക്ക് പറ്റുന്ന ഭക്ഷണമായിരിക്കണേ എന്ന്. This is എൻ്റെ ഹൻസുവിൻ്റെയും സ്റ്റാർട്ടർ ചിക്കൻ കബാബ് ആൻഡ് ദിസ് ഇസ് ആർ മെയിൻ. ഇതെന്താ? എന്തുവാ? ഫിഷ് ബജി. നോക്കട്ടെ. സൂപ്പർ. പാസ്ത എങ്ങനെയുണ്ട്? ആൻറ്റിയുടെ ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആന്റി, ഹാപ്പി ബർത്ത്ഡേ ടു യു. Why don't you guys come here? Yeah. Let's take a photo. അങ്ങനെ ഡിന്നർ കഴിഞ്ഞു. നമ്മൾ ഇത്തവണ മെട്രോയിൽ പോകുന്നില്ല, കാരണം നമുക്ക് കയ്യിൽ ഒത്തിരി കവേഴ്സ് ഉണ്ട്. അപ്പം മെട്രോയിൽ നിന്ന് മാറി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കിവിടെ നിൽക്കേണ്ട വരും. സോ
ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മെട്രോയിലാണെങ്കിൽ നിൽക്കേണ്ട വരും മിക്കപ്പോഴും. സോ കവർ കൊണ്ട് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ക്യാബിൽ പോകാമെന്ന് വിചാരിച്ചു. ക്യാബ് നമ്മുടെ ഫ്ലാറ്റ് വരെ എത്തും. ക്യാബ് എത്തി. ബൈ.